السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله ما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ, ലോകത്ത് നാൾക്കുനാൾ രോഗങ്ങളും പ്രയാസങ്ങളും, പെട്ടെന്നുള്ള രോഗബാധയും പെട്ടെന്നുള്ള മരണങ്ങളും പെട്ടെന്ന് ഭവിക്കുന്ന മുസീബത്തുകളൊക്കെ വർദ്ധിക്കുകയാണ്. അതിന് പ്രൊട്ടക്ഷൻ നൽകാൻ ഒരാൾക്കും സാധിക്കില്ല, അള്ളാഹുവിനല്ലാതെ. ആ ഒരു ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹു നമ്മെ സഹായിക്കും. ആ വിശ്വാസത്തെ എടുത്തു പറയുന്ന ഒരു 7 ആയത്തുകളുണ്ട്. അള്ളാഹു നനയ്ക്കാതെ, അള്ളാഹു വിചാരിക്കാതെ, അള്ളാഹു വിധിക്കാതെ ഒന്നും സംഭവിക്കില്ല. ആ ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന, ഹൃദയത്തെ ചൂണ്ടുപലക പോലെ കൊണ്ടുപോകുന്ന ആ 7 ആയത്തുകളെ പാരായണം ചെയ്താൽ എത്ര വലിയ ആപത്തുകൾ സംഭവിച്ചാലും, എത്ര വലിയ ആപത്തുകൾ സംഭവിച്ചാലും അവന് അത് തട്ടില്ല, അള്ളാഹു കാക്കും. അങ്ങനെയുള്ള ചില സംഗതികളുണ്ട്. നാം പറയാറുണ്ട്, നന്മ നിറഞ്ഞവർക്ക് സമാധാനം, അല്ലേ? നല്ലത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹിൻ്റെ കാവലുണ്ടാവും. അങ്ങനെയല്ല, അതുകൊണ്ട് ദാനം ചെയ്യൽ ആപത്തുകളെ തടയും. ഈ ആയത്തുകളും ആപത്തുകളെ തടയും എന്നതിനോടൊപ്പം ചേർക്കണം. അല്ലാമ ഷിർജി റളിയല്ലാഹു അൻഹു ഈ ആയത്തുകൾ, 7 ആയത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. മൻ ഖറഅ ഹാദിഹിൽ ആയാതി വ ഹമലഹാ, ഈ ആയത്തുകളെ ഒരാൾ പാരായണം ചെയ്യുകയോ അതിനെ ശരീരത്തിൽ വഹിക്കുകയോ ചെയ്താൽ, വഹിക്കുക, ശരീരത്തിൽ നമ്മൾ നടക്കുമ്പോൾ കൂടെ വരിക, വഹിച്ചു കൊണ്ടുപോകാൻ, ആ നിലക്ക് ശരീരത്തിൽ വെക്കുക, ഏലസിൽ വെക്കുക എന്നുള്ളതായിരിക്കും. ഏലസാക്കി കൂടാക്കി കൂടെ അതിന് ചമയ 7 ആയത്തുകളെ എഴുതുക, തകിടിലോ കടലാസിലോ എഴുതി ഏലസാക്കുക. ലൗ നസലൽ അദാബു മിസ്ലു ജബലി ഉഹദിൻ, ഉഹദ് മല പോലുള്ള അപകടങ്ങൾ, അവന് ശിക്ഷകൾ അവന് ഇറങ്ങിയെങ്കിൽ പോലും ലറഫഅഹു ബിബറകതിഹി, ആയത്ത് പാരായണം ചെയ്യുന്നവനിൽ നിന്ന് പാരായണം ചെയ്താൽ മതി. ഈ 7 ആയത്തുകളെ ഒരു ദിവസം ഒരിക്കൽ പാരായണം ചെയ്താൽ മതി. നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ പാരായണം ചെയ്യുന്ന ആളുകളുണ്ട്. ദിവസം ഒരു വട്ടം പാരായണം ചെയ്താലും മതി. ഈ 7 ആയത്തുകളെ ഇരുന്ന് ഒരു വട്ടം ചൊല്ലുക. 7 ആയത്തുകളെ ഞാൻ പറയാം. ഈ ആയത്തുകളെ ബറക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ എലസായി കിട്ടിയവന് ആയത്ത് കൂടെയുള്ളത് കൊണ്ട് ആ അദാബുകളെ, ആ ശിക്ഷകളെ അള്ളാഹു ഉയർത്തുക തന്നെ ചെയ്യും. ലറഫഅഹു, അതിനെ ഉയർത്തും. ബിബറകതിഹി, അതിന്റെ ബർക്കത്ത് കൊണ്ട്. മൻ ജഅല ഹാദിഹിൽ ആയാതി സബഇ, ബഹുമാനപ്പെട്ട അലിയുൻ കറമല്ലാഹു വജ്ഹു തങ്ങൾ പറയുന്നു, ഈ ആയത്തുകളെ ഒരാൾ ചൊല്ലുന്നത് പതിവായിക്കൊണ്ട് നടന്നാൽ, വിർദാക്കിയിട്ട് കൂടെ വെച്ചാൽ, വിർദാക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ചെല്ലുന്ന ഒരു ദിക്ർ. ചില ആളുടെ നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേറ്റ് വരില്ല, ദുആവും ദിക്റൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പോയാൽ അവിടെ ഇരുന്ന് എന്തോ ചൊല്ലിക്കൊണ്ടുണ്ടാവും. അയാൾക്ക് എന്തോ വിർദുണ്ട് ചെല്ലുന്നത്. ഏതോ ഷെയ്ഖിൻ്റെ അടുത്ത് പോയി ദിക്ർ ചൊല്ലാൻ വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതോ ഒരു ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടി അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും ചൊല്ലുന്നതിനെയാണ് വിർദ് എന്ന് പറയാം. പ്രത്യേക സമയം വെച്ച് എപ്പോഴും ചൊല്ലുന്നത്. അങ്ങനെ ഈ 7 ആയത്തുകളെ ഒരാൾ ഏതെങ്കിലും ഒരു സമയത്ത് വിർദാക്കിയിട്ട് പതിവായി ഇരുന്ന് ചൊല്ലുകയാണെങ്കിൽ, മസാഅൻ സ്വബാഹൻ വമസാ, രാവിലെയും വൈകുന്നേരവും ഇതിനെ ചൊല്ലുന്നത് ഒരാൾ പതിവാക്കിയാൽ, അമിന മിൻ ആഫാത്തിസ് സമാൻ, കാലഘട്ടങ്ങളിൽ മാറി മറിഞ്ഞു വരുന്ന പല അപകടങ്ങളും ഉണ്ടല്ലോ. ഇപ്പൊ കൊറോണ, മൈക്രോൺ, പിന്നെ ന്യൂകോവ്, 3ാമത്തത് പേര്. ഇതൊക്കെ പനികളാണ്, വൈറസുകളാണ്. ഇത് ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും. അന്നത്ര പ്രചാരണം ലഭിച്ചിട്ടുണ്ടാവില്ല. ഒരു സ്ഥലത്തുള്ള ആളുകൾ അവിടെ തന്നെ അല്ലേ കൂടി താമസിക്കുള്ളൂ. ഇപ്പോൾ പ്ലെയിനും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് സെക്കൻഡുകളെ കൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക്, ഒരു രാജ്യത്ത് നിന്ന് ആളുകൾ പോകുന്നത് കൊണ്ട് രോഗങ്ങളും പോകുന്നു. ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. അതാണ് കാലഘട്ടങ്ങളിലെ ആഫത്തുകളെ അവൻ തടയും. കാലത്തിൻ്റെ ഹദസാൻ, പെട്ടെന്ന് വരുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, തവാരിഖ്,
പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ. വതജ്ലിബു, ആ ആയത്തുകളെ പതിവായി ഓതിയാൽ അത് വലിച്ചു കൊണ്ടുവരും. ബിജിൽബാബി ഹിഫ്ളില്ലാഹി തആല, അല്ലാഹു തആലയുടെ കാവലെന്ന് പറയുന്ന മൂടുപടം അവൻ വലിച്ചു ധരിച്ചതുപോലെയാണ്. അവന് ഒരു ആഫത്തും വരില്ല. അള്ളാഹുവിന്റെ കാവൽ അവനുണ്ടാവും അർത്ഥം. എന്തിൽ നിന്ന് കാവൽ? മിൻ കൈദിൽ അഅദാ, ശത്രുക്കളിൽ നിന്നുള്ളതായ ചതിയിൽ നിന്ന്, ശത്രുക്കളുടെ ചതിയിൽ നിന്ന്. ودخل في سرادق كلات من أنواع الشر والبلايا بإذن الله, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, സമ്മതം കൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമതകളും, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടും വിഷമങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ സംരക്ഷണമെന്ന പന്തലിൽ അവനെ അള്ളാഹു കടത്തിയിട്ട് അവിടെ വെച്ച് അവനെ സംരക്ഷിക്കും. അള്ളാഹിൻ്റെ പന്തലിൽ അവനെ ഇട്ട് മൂടും. അള്ളാഹിൻ്റെ പന്തൽ ചുറ്റുമുണ്ടാവും. ആ പന്തല് ഭേദിച്ചിട്ടേ അപകടങ്ങൾക്ക് അവനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അഥവാ അള്ളാഹ് കാവൽ നൽകുന്ന അർത്ഥം. അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. പലവിധ അപകടങ്ങൾ വരുമ്പോൾ അവനെ ഏൽക്കില്ല. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅലൈക ബിൽ മുഹാഫളത്തി അലൈഹാ, ഈ 7 ആയത്തുകളെ പഠിച്ച് ചൊല്ലാൻ തുടങ്ങിക്കോ, മുറുകെ പിടിച്ചോ, അതിനെ എപ്പോഴും വിടാതെ സൂക്ഷിച്ചോ. അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഈ 7 ആയത്തുകൾ ഏതാണ്? ഇത് പറയുന്നതിന് മുമ്പ് പറയട്ടെ, കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയാണ്, 7 ആയാത്തിൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിൻ്റെ കിതാബിൽ 7 ആയത്തുകളുണ്ട്. ഇദാ ഖറഅതഹുന്ന, അതിനെ നീ ഓതി എന്ന് വിചാരിച്ചോ, അങ്ങനെ നീ ഓതുന്നുണ്ടെങ്കിൽ, ഓതിയാൽ ഫലാ ഉബാലി, പിന്നെ ഒരു പ്രശ്നവുമില്ല. വലവിൻ തബഖത്തിസ് സമാഉൽ അർള, ആകാശം വന്നിട്ട് വീഴുകയാണ് ഭൂമിൻ്റെ മേലെ. ആകാശം തന്നെ ഇടിഞ്ഞ് തലയുടെ മുകളിൽ വീണിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ ശ്വാസം കിട്ടാത്ത ഒരു സെക്കൻഡ് വരികയാണ്. എന്നാൽ പോലും ഈ ആയത്ത് കൂടെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്ത് ചൊല്ലിയ ആളാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഏലസായി കെട്ടിയ ആളാണെങ്കിൽ, ലനജൗത ബിഇദ്നില്ലാഹ്, അവിടെ നിന്നും നീ രക്ഷപ്പെട്ടു വരും. എന്ത് അപകടം തീരാറായി, എല്ലാവരും കൈവിട്ട് വീണ്ടും എന്ത് പക്ഷി? ഫീനിക്സ് പക്ഷിയാണ്. ആ പക്ഷിയെപ്പോലെ തീയിൽ നിന്ന് മുളച്ചു കൊന്നും. അങ്ങനെ ഒരു പക്ഷിയില്ല, ആരോ ഉണ്ടാക്കിയതാണ്, പറച്ചില്ല. നമ്മളെ വാവാ സുരേഷ് മരിച്ചു എന്ന് വിചാരിച്ചു. അയാൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഏതായാലും സമൂഹത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണല്ലോ. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ നിന്ന നിമിഷമാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾ. അദ്ദേഹത്തിന് പാമ്പ് കടിച്ചു. പാമ്പുകളെ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിടിക്കുന്നതിനിടയിൽ പാവം ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല വീടെടുക്കാനും ഒക്കെ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. പാവങ്ങൾ എത്രയോ ഉണ്ട്, അവരെയൊക്കെ നമുക്ക് സഹായിക്കാൻ കഴിയണം. അദ്ദേഹത്തിന് ഗവൺമെൻറ് സഹായിക്കട്ടെ, അല്ലേ? എത്രയോ ആളുകൾ, പണമുള്ള ആളുകളുണ്ട്, അവർ സഹായിക്കട്ടെ. നമുക്ക് സഹായിക്കാൻ കഴിയണം. അവിടെ ആ നല്ല മനസ്സിന് മാത്രമേ അള്ളാഹു കാവൽ നൽകുള്ളൂ. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ്, അദ്ദേഹം എല്ലാവർക്കും സഹായിക്കുന്നതിനിടയിലും അദ്ദേഹം സ്വന്തം വീടുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരു സഹോദരി, 2 സഹോദരിമാരെ വളർത്തിയ ഒരു സഹോദരൻ്റെ കഥ കേട്ടു. കാസർഗോഡ് ജില്ലയിൽ, സ്ഥലം പറയുന്നില്ല, അവർക്ക് വിഷമമുണ്ട്. സഹോദരികളുടെ 2 മക്കളെ ഏറ്റെടുത്ത് വളർത്തുകയാണ് ഒരു വ്യക്തി. ആ വ്യക്തിയുടെ സഹോദരി മരിച്ചു, സഹോദരിയുടെ ഭർത്താവും മരിച്ചു. നോക്കുമ്പോൾ അവർക്ക് 2 പെൺകുട്ടികൾ അവശേഷിക്കുന്നു. നമ്മളാണെങ്കിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ആ ചൊറയൊന്നും തലയിലെടുത്ത് വെക്കാൻ ഞങ്ങളില്ല എന്നാണ് നമ്മൾ പറയാം. നമ്മളെ മക്കൾക്ക് തന്നെ ചെലവിന് കൊടുക്കാൻ എത്ര പാടാ. ആ പാവപ്പെട്ട സഹോദരൻ തൻ്റെ സഹോദരിയുടെ യത്തീമുകളായ 2 പെൺമക്കളെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി. ഒന്നിനെ കെട്ടിച്ചു കൊടുത്തു. ഇപ്പം 2ാമത് കല്യാണപ്രായം എത്തിയിരിക്കുകയാണ്. അതുവരെ ഒരു വിഷമവുമില്ലാതെ തൻ്റെ സഹോദരി യത്തീമാക്കിപ്പോയ സഹോദരിയുടെ ഭർത്താവായ അളിയനും മരിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഉമ്മയും ഉപ്പയും മരിച്ച 2 കുട്ടികളെ ഏറ്റെടുത്തത്. അതിൽ ഒന്നിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടും വർഷമായി. 2ാമത്തെ കുട്ടി വലുതായി, കല്യാണപ്രായമായി. ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എത്രയായിരിക്കും?
എന്തു നല്ല മനസ്സാണ് അയാളുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ആല ജാരിയത്തൈനി ഹത്താ തബ്ലുഗ. 2 പെൺകുട്ടികളെ ഒരാൾ നോക്കി വളർത്തിയാൽ, പോറ്റിയാൽ, ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ കഹാതൈൻ. ഞാനും അവൻ ആഖിറത്തിലേക്ക് വരുമ്പോ അവൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് അവനെ സമാധാനിപ്പിക്കും. കാരണം അവനും ഞാനും ഇങ്ങനെയാണ് ഇനി മുതൽ സ്വർഗത്തിൽ, ഇങ്ങനെ ഇത്ര അടുത്ത് ഞാനും അവനും ബായ് ബായ് കൂട്ടുകാരനായി മാറി, ഞങ്ങൾ പങ്കാളികളാണ്. ഞാൻ ഭൂമിയിൽ ഇസ്ലാം പ്രചരണം നടത്തിയ പ്രവാചകരാണ്, പ്രവാചകരുടെ നേതാവാണ്, അള്ളാഹുവിൻ്റെ ഹബീബാണ്. എന്നാൽ അവൻ ചെയ്തതോ 2 പെൺമക്കളെ വളർത്തി, അതിനുവേണ്ടി ജോലിക്ക് പോയി, അതിനുവേണ്ടി ഹോട്ടലിൽ പണിയെടുത്തു, ഹോട്ടലിൻ്റെ മുതലാളിയിൽ നിന്ന് ചീത്ത കേട്ടു. എത്രയോ വരുന്ന ചായ ഒഴിച്ചു കൊടുക്കാൻ പറയുമ്പോൾ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നാൽ ചീത്ത കേൾക്കണം കസ്റ്റമറിൽ നിന്ന്. ഇങ്ങനെ ഒരു ജോലിയല്ല, പല ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഒക്കെയും അത് അവരുടെ ആ ജോലി സ്ഥലത്തും അവരുടെ ആ ഏരിയയിലും അവർക്ക് എത്രയോ വിഷമങ്ങളും ചീത്തവിളികളും കേൾക്കേണ്ടി വരുന്നു. നമ്മൾ ഉസ്താദുമാർ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും നല്ല സുഖമെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. എന്തെല്ലാം പഴികളാണ് കേൾക്കേണ്ടത്. ഒരു ഭാഗത്ത് ചവിട്ടിയാൽ മറ്റൊരു ഭാഗം പൊന്തും, ഇപ്പുറത്ത് ചവിട്ടിയാൽ അപ്പുറത്ത് പൊന്തും. എല്ലാവരും ഈക്വലായിട്ട് കൊണ്ടുപോകാൻ പെടുന്ന പാട് ഉസ്താദുമാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഏത് ജോലിക്കും അതിൻ്റെതായ വിഷമതകളുണ്ട്. ഇതെല്ലാം മക്കളെ പോറ്റാനാണ്. 2 പെൺമക്കളെ, സ്വന്തം 2 പെൺമക്കളെ വളർത്തിയാൽ തന്നെ ഞാനും അവനും സ്വർഗത്തിൽ ഇങ്ങനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ, 2 സഹോദരികളെ വളർത്തുന്നതിനെ കുറിച്ചൊരു ഹദീസ് ഉണ്ട്. ഒരു ഹദീസ് വിശാലമായ ഹദീസാണ്. മൻ ആവാ യതീമൻ, ഒരാൾ ഒരു യതീമിനെ കൂട്ടി, ഇലാ ത്വആമിഹി വശറാബിഹി, അവന്റെ ഭക്ഷണത്തിലേക്കും അവന്റെ വെള്ളത്തിലേക്കും. ഒരു വീട്ടിൽ പോയപ്പോൾ ഒരാൾ മരിച്ചിരിക്കുകയാണ്. ആ വീട്ടിൽ ഒരു കുട്ടിയുണ്ട്, ഒരു യതീമായ ഒരു കുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്, ചെറിയ കുട്ടികൾ. വിട്ടേച്ച് വരാൻ മനസ്സ് വന്നില്ല. ആ കുട്ടിയെ കയ്യിലെടുത്ത് വീട്ടിൽ കൊണ്ടുവരികയാണ് ഒരാൾ. എന്നിട്ട് തൻ്റെ മക്കളോടൊപ്പം തൻ്റെ വീട്ടിലെ ചോറിലേക്ക് ആ മക്കളെയും ചേർക്കുകയാണ്, ചായയിലേക്ക് ആ മക്കളെയും ചേർക്കുകയാണ്. അവൻ്റെ ഭക്ഷണത്തിലേക്കും വെള്ളത്തിലേക്കും ആ യതീമിനെ കൊണ്ടുവന്ന ഒരാൾ ചേർത്തിയാൽ, അഥവാ ഏറ്റെടുത്ത് വളർത്തി വലുതാക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഔജബല്ലാഹു ലഹുൽ ജന്ന, അവനല്ലാഹു സ്വർഗം നിർബന്ധമാക്കിപ്പോയി. അതേ ഹദീസിൽ പിന്നെ പറയുന്നത്, ഒമനാല സലാസു ബനാത്ത്, 3 പെൺമക്കളെ ഒരാൾ വളർത്തി വലുതാക്കി, ഔ മിസ്ലഹുന്ന മിനൽ അഖവാത്ത്, അല്ലെങ്കിൽ അവന്റെ ഉപ്പ മരിച്ചിരുന്നു, അപ്പോ അവന് 2 സഹോദരികൾ ഉണ്ടായിരുന്നു, പെങ്ങന്മാര്. ആ പെങ്ങന്മാരെ പോറ്റാൻ പണിയെടുത്ത ജ്യേഷ്ഠനാണിവൻ, പെങ്ങന്മാരെ നോക്കിയ ഇക്കാക്കയാണിവൻ. ആ ഇക്കാക്കാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദബഹുന്ന വറഹിമഹുന്ന. ഈ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഉപ്പ എന്ത് ചെയ്തു, പെൺമക്കൾക്ക് അദബ് പഠിപ്പിക്കുകയും മദ്രസയിൽ ചേർക്കുകയും സ്കൂളിൽ ചേർക്കുകയും അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്താൽ, ഒന്നെങ്കിൽ ഉപ്പ മക്കളെ പോറ്റാണ്, അല്ലെങ്കിൽ സഹോദരൻ സഹോദരികളെ പോറ്റാണ്. 2ഉം പറഞ്ഞല്ലേ ഹദീസിൽ. എന്നാൽ അവരെ അള്ളാഹു സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി കൊടുക്കുന്നത് വരെ വളർത്തി, അവരെ വളർത്ത് വലുതാക്കി, അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്ത ഒരാണിൻ്റെ കീഴിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെ നോക്കി. അത്രക്ക അവരെ നോക്കിയാൽ ഔജബല്ലാഹു ലഹുൽ ജന്ന, അവർക്കും അള്ളാഹു സ്വർഗം നിർബന്ധമാക്കിപ്പോയി. ഇത് കേട്ടപ്പോൾ സ്വഹാബികളിൽ നിന്ന് ചില ആളുകൾ ചോദിച്ചു, നബിയെ, അബിസിനൈനി 2 പെൺമക്കളെ വളർത്തിയവനാണെങ്കിലോ, അല്ലെങ്കിൽ 2 പെങ്ങന്മാരെ നോക്കിയവനാണെങ്കിൽ, നേരത്തെ 3 പെങ്ങന്മാർ കേട്ടോ, ഇപ്പോൾ സ്വഹാബികൾ ചോദിച്ചു 2 പെങ്ങന്മാരെ നോക്കിയ ആളാണെങ്കിലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, അബിസിനൈൻ 2 പെൺകുട്ടികളെ നോക്കിയാലും ഇതേ കൂലി തന്നെയാണ്. സ്വഹാബികൾ പറയുന്നുണ്ട്, അത്താലോ കാലു വാഹിദ, അവരാരെങ്കിലും 1 എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അക്കാല വാഹിദ, 1 നോക്കിയാലും അതേ പ്രതിഫലമാണെന്ന് പറയുമായിരുന്നു എന്ന് പറയാൻ കാരണം വേറെ ഹദീസിലുണ്ട്. ചില വിഷയങ്ങൾ പറയുമ്പോൾ ഇതേ വിഷയം തന്നെ പറയുമ്പോഴും, 1 പെൺകുട്ടിയെ വളർത്തിയാലോ അവർക്കും
നരകത്തിൽ നിന്ന് അവർ കാവലാകും എന്ന് പറയുന്ന ഹദീസ് വേറെയുണ്ട്. നരകത്തിലേക്ക് കടക്കുമ്പോൾ അവർ രക്ഷിക്കുന്നത് ഈ പെൺമക്കളായിരിക്കും. ഇത് സ്വന്തം പെങ്ങളെയും സ്വന്തം പെൺമക്കളെയൊക്കെ വളർത്തിയ പ്രതിഫലമാണ് നൽകുന്നത്. അതാരായാലും വളർത്തും, അവരവരുടെ ഉത്തരവാദിത്തത്തിലുള്ളതല്ല. അതിനപ്പുറത്ത് പെങ്ങളുടെ മക്കൾ, അവരെ നോക്കാൻ പല സൈഡിൽ നിന്ന് ആൾ വരും. കാരണം ഈ പെങ്ങൾക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, അയാളുടെയും ഫാമിലി ഉണ്ടാവുമല്ലോ, അവർക്കും ചിലപ്പോൾ ഏറ്റെടുക്കാൻ ആഗ്രഹം ഉണ്ടാവും, ഇവർക്കും ഏറ്റെടുക്കാൻ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഒരുപാട് സാധ്യതകളുണ്ട് ഏറ്റെടുക്കാൻ. അവിടെ അവർക്കൊന്നും കൊടുക്കാതെ ഞാൻ തന്നെ എൻ്റെ പെങ്ങളുടെ മക്കളെ നോക്കുമെന്ന് പറഞ്ഞ് ഒരാൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇതിലും മേലെയാണ് അവരുടെ പ്രതിഫലം നോക്കിക്കാൻ കഴിയും. ഇത്രയും വലിയ പ്രവർത്തനം നടത്തിയ ആ സഹോദരൻ ഇപ്പോൾ 2 പെൺമക്കളെ വളർത്തിയ വലിയ ഒരു ഉപ്പയാണ്, പെങ്ങളെ മക്കളെ വളർത്തിയ വലിയ ഒരു മനസ്സിൻ്റെ ഉടമയാണ്. അദ്ദേഹം നമ്മോട് ഇപ്പോൾ ഒരു സഹായം ചോദിക്കുന്നുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. എൻ്റെ കൂട്ടുകാരനായ ദേലമ്പാടി മൊയ്തു സയദിയുടെ അയൽപ്പക്കത്താണ് ഈ 2 പെൺകുട്ടികളുടെ വീടുള്ളത്. അവരെ നോക്കുന്ന അമ്മാവൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ്റെ വീടുള്ളത്. ആ വീട്ടിൽ ഇപ്പോൾ പ്രായം തികഞ്ഞ് മറ്റന്നാൾ ഫെബ്രുവരി 2022 ഫെബ്രുവരി 13 കല്യാണമാണ്. ചെലവിനൊന്നും ആയിട്ടില്ല. വലിയ വിഷമത്തിലാണ് ഈ ദേലമ്പാടി മൊഹീദ്ദീൻ സഅദി എന്ന എൻ്റെ കൂട്ടുകാരൻ്റെ അക്കൗണ്ട് നമ്പർ ഞാനിവിടെ കൊടുക്കുകയാണ്. ആ സഹോദരൻ സ്വർഗത്തിൽ പോകുമ്പോൾ, ആ സഹോദരന് നരകത്തിൽ നിന്ന് അല്ലാഹു മോചനം നൽകുമ്പോൾ, അക്കൂട്ടത്തിൽ നമുക്കും ആ സഹോദരൻ്റെ ഒരു ഷഫാഅത്ത് കിട്ടാൻ, ഒരു ദുആ കിട്ടാൻ, ആ പെൺമക്കളുടെ ദുആ കിട്ടാൻ, ആ പെൺമക്കളുടെ കണ്ണീരൊപ്പാൻ, അതിൽ ഇപ്പോൾ കല്യാണം കഴിയാൻ പോകുന്ന രണ്ടാമത്തെ അവസാനത്തെ 2 കുട്ടികളിൽ രണ്ടാമത്തെ ആ കുട്ടിക്ക് കല്യാണത്തിന് സഹായിച്ചാൽ ആ പെൺമക്കളുടെ ദുആ കിട്ടും, ആ പെണ്ണിൻ്റെ ദുആ കിട്ടും, ആ സഹോദരൻ്റെ ദുആ കിട്ടും. അത് കിട്ടാൻ പ്രതീക്ഷയുള്ളവർ, ഇതാണ് നമുക്ക് ഏറ്റവും വലിയ കാവൽ. ആപത്തുകളെ തടയുന്ന ഏറ്റവും വലിയ കാവൽ സ്വതക്കയാണ്. സ്വതക്ക ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സമയമാണ്. വളരെ അനുയോജ്യമായ ഒരു സ്വതക്കയാണ്. അർഹതപ്പെട്ടവരെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി നിങ്ങൾക്ക് കഴിയുന്നത് 5, 10, 100 നിങ്ങൾക്ക് എത്ര കഴിയും അത്ര നിങ്ങൾ നൽകുക. നിങ്ങളെ വീട്ടിലെ പെൺകുട്ടികൾക്ക് അല്ലാഹുവിൻ്റെ കാവലുണ്ടാവും, ബർക്കത്തുണ്ടാവും, നമ്മുടെ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അള്ളാഹു തന്നെ തീർത്തു തരും. അള്ളാഹു ഭൂമിയിൽ കൊടുക്കുന്ന പ്രവാചകന്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും അടുത്ത് നിൽക്കാനുള്ള വലിയ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന വലിയ പ്രതിഫലമാണ് ആ പെൺകുട്ടികളെ പോറ്റി വളർത്തുന്ന അയാൾ ചെയ്യുന്നത്. അയാൾക്കൊരു കൈത്താങ് നിങ്ങൾ ചെയ്യൂലേ? നിങ്ങളെ കുടുംബത്തിലോ അള്ളാഹു വലിയ പ്രതിഫലങ്ങൾ നൽകും. വലിയ അപകടങ്ങളെയൊക്കെ തട്ടി ദൂരത്താക്കും. എന്തെങ്കിലുമൊക്കെ ശാരീരികമായ അസ്വസ്ഥതകൾ നമുക്കോ നമ്മളെ മക്കൾക്കോ വരുമ്പോഴാണ് നാം സത്യത്തിൽ തളർന്നു പോകുന്നത്. അത് വരാതിരിക്കാൻ, അതിനെ ആപത്ത് എന്നാ പറയാം. ആ ആപത്തുകൾ വരാതിരിക്കാൻ നേരത്തെ നാം കണ്ട് എന്തെങ്കിലുമൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്യണം. അതിനെക്കുറിച്ചാണല്ലോ ഈ 7 ആയത്തുകളെ കുറിച്ച് പറയുന്നത്, വരുന്ന ആപത്തുകളെ തടയാൻ. അതോടൊപ്പം ഈ ആയത്തുകളെ ഞാൻ നിങ്ങൾക്ക് നൽകുമ്പോൾ ഇതിനൊരു ഇജാസത്ത് എന്ന നിലക്ക് നിങ്ങൾ ചൊല്ലിത്തുടങ്ങിക്കോ, എന്നെ വിളിക്കേണ്ടതില്ല. ഇത് ചൊല്ലുന്നതിന് മുമ്പ് ഈ ആയത്തുകളെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. ഇത് ചൊല്ലാൻ ആരംഭിക്കുന്ന ആൾ നിങ്ങളെ കയ്യിൽ എത്രയാണോ ഉള്ളത് ഈ അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കുക. അക്കൗണ്ട് നമ്പർ കേരള ഗ്രാമീൺ ബാങ്കിലെ അക്കൗണ്ടാണ് 4050. അക്കൗണ്ട് നമ്പറാണ് പറയുന്നത് 4050 91010 25 ഇങ്ങനെ ഒന്നായിട്ട് പറയാണ്. 40509101025981. ആ ഉസ്താദിൻ്റെ അയൽപ്പക്കത്തുള്ള ആ ഉസ്താദാണ് എന്നെ അറിയിക്കുന്നത്. ആ ഉസ്താദിൻ്റെ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്, എൻ്റെ നമ്പരല്ല അത്. അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പരും കൂടി ഞാൻ ഇതോടൊപ്പം ആഡ് ചെയ്യുന്നു. 9496218330. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പർ. ഫോൺ നമ്പരും അത് തന്നെയാണ്. 9496218330. ഇതിലേക്ക് കഴിയുന്ന സംഭാവനകൾ അയക്കുക. ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് വഴിയോ എങ്ങനെയായാലും. ഫെബ്രുവരി 13 കല്യാണം. അയച്ചുകൊണ്ടേയിരിക്കുക. ഈ വീഡിയോ കിട്ടുന്നത് അതിന് ശേഷമാണെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് അയക്കുക. അയക്കുമ്പോൾ പ്രത്യേകം
ആ സഹോദരികളുടെ വിവാഹത്തിനാണ് എന്നതിൻ്റെ കൂടെ എഴുതുകയോ അദ്ദേഹത്തെ വിളിച്ച് പറയുകയോ ചെയ്യുക. എന്നെ വിളിച്ച് പറഞ്ഞാലും ഞാൻ അറിയിക്കാം. അയക്കേണ്ടത് ആ നമ്പറിലേക്കാണ്. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും ആ സഹോദരിമാരുടെ ദുആയിലൂടെ അള്ളാഹു നീക്കിത്തരട്ടെ. ഈ മഹത്തായ ആയത്തുകൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ കിട്ടുന്ന ഈ ആയത്തുകൾ ബഹുമാനപ്പെട്ട കാബിൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയാണ്, ആകാശം വന്ന് ഭൂമിയിൽ അമർന്ന് അതിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടുപോയാൽ പോലും ആകാശം ഇങ്ങനെ ഇടിഞ്ഞ് തലയിൽ വീഴുകയാണ്. ആ സമയത്തും വീണ്ടും റീകവറായി വരാൻ നമുക്ക് കഴിയും. അവിടെ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ പ്രത്യേക ഔദാര്യം കൊണ്ട്, സമ്മതം കൊണ്ട്. അതുകൊണ്ട് ലനജൗത ബിഇദ്നില്ല, നീ അവിടുന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് കാബിൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു 7 ആയത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനതവിടെ വായിച്ചു തരാം. നിങ്ങൾ സ്ക്രീനിൽ നോക്കി ശരിക്കും കേൾക്കുകയും പിന്നീട് നിങ്ങൾ കാണാതെ പഠിക്കുകയോ എഴുതിയെടുക്കുകയോ ചെയ്ത് ദിവസവും ഇത് പാരായണം ചെയ്യുക. രാവിലെയും ഒരു വട്ടം, ഇത് വൈകുന്നേരവും ഒരു വട്ടം ചൊല്ലുന്നത് പതിവാക്കിയാൽ തന്നെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അള്ളാഹു അങ്ങനെ തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തെ ആയത്ത് തൗബ സൂറത്തിലെ 51-ാം ആയത്താണ്. തൗബ സൂറത്തിന് എന്ത് വേണ്ട? ബിസ്മി വേണ്ട. തുടക്കത്തിലും ചൊല്ലണ്ട, ഇടക്കും ചൊല്ലണ്ട. അപ്പം അങ്ങനെ തന്നെ തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ചൊല്ലാം. ഖുല്ലൻ യുസീബന ഖുല്ലൻ, നേരെ നോക്കിക്കോട്ടെ. ഖുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഒരായത്ത് ഇതാണ്. രണ്ടാമത്തെ ആയത്ത് യൂനുസ് സൂറത്തിലെ 107-ാമത്തെ ആയത്താണ്. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻ യുരിദുക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫളിഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം. ബിസ്മി ചൊല്ലാതെ ഓതാം, ചൊല്ലിയിട്ട് ഓതാം. ഇത് യൂനുസ് സൂറത്തിൽ നിന്നുള്ളതാണ് പറഞ്ഞത്. മൂന്നാമത്തത് വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഹൂദ് സൂറത്തിലെ 6-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിയ 3-ാമത്തെ ആയത്ത്. ഇനി മലയാളത്തിൽ വേണം. ഇതിന് മലയാളത്തിൽ എഴുതിയാക്കണമെന്നൊന്നും പറയരുത്. ഖുർആൻ മലയാളത്തിൽ എഴുതാൻ പറ്റില്ല. നിങ്ങൾ കേട്ട് മനപ്പാടാക്കിക്കോ. അറബി അറിയാത്തവരോടാ പറഞ്ഞത്. കേട്ട് എഴുതിക്കോ ഇൻഷാ അല്ലാഹ്. നാലാമത്തത് ഹൂദ് സൂറത്തിലെ തന്നെ 56-ാമത്തെ ആയത്താണ്. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. അഞ്ചാമത്തെ ആയത്ത് അൻകബൂത്തിലെ 60-ാമത്തെ ആയത്താണ്. വകഅയ്യിൻ മിൻ ദാബ്ബ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹ് യർസുഖുഹാ വഇയ്യാകും വഹുവസ് സമീഉൽ അലീം. ഇനി ഫാത്തിർ സൂറത്തിലെ 2-ാമത്തെ ആയത്ത്, അതാണ് 6-ാമത്തെ ആയത്ത്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസികു ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. 6-ാമത്തെ ആയത്ത് ഒന്നുകൂടി ഓതാം. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസികു ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. ഇനി അവസാനത്തെ 7-ാമത്തെ ആയത്ത് സുമർ സൂറത്തിലെ 38-ാം ആയത്താണ്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ് ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹി ഇൻ അറാദനി അല്ലാഹു ബിദുർ
هل هن كاشفات ضره هل هن كاشفات ضره إن أرادني أو أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل المتوكلون. സുമർ സൂറത്തിലെ 38. അതൊന്നുകൂടി ചൊല്ലിയാലോ? 7-ാമത്തത്. ولئن سألتهم من خلق السماوات والأرض ليقولن الله قل أفرأيتم ما تدعون من دون الله إن أرادني الله بضر هل هن كاشفات ضره أو أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل المتوكلون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചെയ്യാനും നേരത്തെ പറഞ്ഞ ആ സഹോദരിയെ സഹായിക്കുവാനും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങൾക്കും നാം ദുആ നൽകും. പല ആളുകളും പല വിഷമങ്ങളും അറിയിച്ച് ദുആ ചെയ്തിട്ടുണ്ട്. വളരെ വിഷമമുള്ള ആളുകൾ പോലും ഒരു കുട്ടിയുടെ വളരെ വിഷമിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ അവയവം മാറ്റിവെച്ച ഒരു വീട്ടിലെ സഹോദരി പോലും ഒരു കഴിയുന്ന ഒരു സംഭാവനയുള്ളവനയച്ചിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ മനസ്സ് പൊട്ടിപ്പോയി. ലിവർ മാറ്റിവെച്ച ഒരു കുട്ടിയാണ്. അല്ലാഹു ആ കുട്ടിക്ക് പരിപൂർണ്ണ ശമനം നൽകട്ടെ. ഇനി ഒരിക്കലും ഒരു അപകടം തിരിച്ചു വരാത്ത നിലക്ക് അല്ലാഹു ആഫിയത്തിലാക്കട്ടെ. എന്തെല്ലാം വിഷമത്തിലാണ് മനുഷ്യരുള്ളത്, ഈ ഉമ്മത്തുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഉമ്മത്ത്. എപ്പോഴാണ് ആഫത്ത് വരിക, എപ്പോഴാണ് നമുക്ക് രോഗങ്ങൾ വരിക, എപ്പോഴാണ് ലോകത്ത് നിന്ന് നമ്മൾ പെട്ടെന്ന് മരിച്ചു പോവുക, ഒന്നൊന്നും പറയാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ കാവൽ വേണം. അള്ളാഹുവിൻ്റെ കാവലിനുള്ള 7 ആയത്തുകളാണ് പറഞ്ഞത്. കഴിയുന്നത്ര അയൽക്കാരെയും കുടുംബക്കാരെയും ഒക്കെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെറിയ ചെറിയ തുകകളൊക്കെ അവർക്ക് കഴിയുന്ന പോലെ കടം കൊടുക്കാനോ വെറുതെ കൊടുക്കാനോ കൊടുത്ത കടം തിരിച്ചു തരാൻ കഴിയുന്നില്ലെങ്കിൽ മാപ്പാക്കാനോ ഒക്കെ ശ്രമിക്കുക. അതൊക്കെ തന്നെ ആഖിറത്തിൽ നമുക്കുണ്ടാവുകയുള്ളൂ. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക്, ചെറിയ റോഡിൻ്റെ പ്രശ്നങ്ങൾ, അതിരുകൾ, അങ്ങനെ വെള്ളത്തിന് വിഷമങ്ങൾ വരുന്ന സമയമാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബോർവെല്ല് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അല്ലാഹു ഖൈർ ചെയ്യട്ടെ. നല്ല ഖൈറായ വെള്ളവും മഴയും, അതുപോലെ നല്ല ജീവിതവും സമ്പത്തും, നല്ല ഭർത്താവും നല്ല മക്കളും നല്ല വീടും നല്ല വാഹനവും നല്ല ജീവിതവും നല്ല മരണവും ഒക്കെ നൽകട്ടെ. നല്ല അയൽക്കാരെയും നല്ല സഹോദരങ്ങളെയും സഹോദരികളെയും നൽകട്ടെ. സഹോദരിയുടെ 2 മക്കളെ ഏറ്റെടുത്ത് സ്വർഗം നേടാൻ ഒരുങ്ങി നിൽക്കുന്ന ആ സഹോദരൻ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ സഹോദരനെ സഹായിച്ചവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്ത് ജോലി തുടങ്ങിയവരായാലും എന്ത് ബിസിനസ്സിൽ ഉള്ളവരായാലും എല്ലാം അല്ലാഹു അതിലൂടെ വിജയിപ്പിച്ചു തരട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ബർക്കത്തുണ്ടാവും. നിങ്ങൾ ഈ അക്കൗണ്ടിൽ വീണ്ടും ഞാൻ പറയുന്നു, കഴിയുന്നത് അയക്കുക, സഹായിക്കുക. അല്ലാഹു നമ്മെയും സഹായിക്കട്ടെ. മറ്റൊരു വീഡിയോ കാണുന്നവരെ അക്ഷമയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.